നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചിത്രം മെല്ലെ മെല്ലെ അനാവരണം ചെയ്യപ്പെടുകയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്നതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. എന്നാൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പടച്ചുവിട്ട ഈ വാർത്തയ്ക്ക് ഇനിയും സ്ഥിരീകരണമില്ല. കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഏതെങ്കിലും ഒരു സീറ്റിൽ രാഹുൽ മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങൾ വാർത്ത ആഘോഷമാക്കിയിട്ടുണ്ട്. മഹാഭാരതത്തിലെ വിരാട രാജകുമാരനായ ഉത്തരനെ പോലെ അമേഠിയിൽ നിന്നും വയനാട്ടിലേക്ക് ഒളിച്ചോടുന്ന രാഹുൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. എന്തായാലും ഏറെ നാളത്തെ പിടിവലികൾക്കൊടുവിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായതും ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. അമേഠിയിൽ നിന്ന് രാഹുൽ വയനാടെത്തുമ്പോൾ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. അമേഠിയിൽ രാഹുലിന്റെ ഭൂരിപക്ഷം കുറയുന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അതേസമയം രാഹുലിന്റെ മണ്ഡലമാറ്റം BJP ദേശീയ തലത്തിൽ വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. നാളെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നുമാണ് മൂവരും വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഇന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും ഞാനും AICCയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും ഭയപ്പെട്ട് കേരളത്തിലേക്ക് ഓടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. BJPയും ഇത് പ്രചരണായുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പരാജയപ്പെടുമെന്ന് ഉറപ്പായി. സ്മൃതി ഇറാനിയോട് ജയിക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം എന്ത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. അദ്ദേഹം BJPയോടല്ല മത്സരിക്കുന്നത്, കേരളത്തിൽ എത്തി ഇടതുപക്ഷത്തോടാണ് മത്സരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ BJPയോട് മത്സരിക്കാനല്ല വരുന്നത്, ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ്. ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും LDFന് അത് പ്രശ്നമല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. ആര് മത്സരിച്ചാലും LDFന് ഇക്കുറി മികച്ച വിജയം ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. രാഹുൽ ഗാന്ധി അമേഠി വിട്ട് വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തോൽവി സമ്മതിച്ചു എന്നതിൻ്റെ തെളിവാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കശുവണ്ടി തൊഴിലാളികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി. ഐശ്വര്യത്തിന്റെ കൊന്നപ്പൂക്കൾ നൽകിയാണ് സ്ഥാനാർത്ഥിയെ അവർ സ്വീകരിച്ചത്. UDF സ്ഥാനാർത്ഥി റാന്നി കോടതിയിൽ ജാമ്യമെടുക്കാനായിരുന്നു പോയിരുന്നത്. BJP സ്ഥാനാർത്ഥി KV സാബുവും കൊല്ലത്ത് പ്രചരണം തുടങ്ങി. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് ചടയമംഗലം നിയമസഭാ പരിധിയിൽപ്പെട്ട കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കുകയും അവിടെയുള്ള തൊഴിലാളികളെ കണ്ട് അദ്ദേഹം പിന്തുണ തേടുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. അവിടെ എത്തിയ KN ബാലഗോപാലിന് സ്നേഹനിർഭരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കശുവണ്ടി തൊഴിലാളികൾ നൽകിയത്. തങ്ങളുടെ ഒരു പ്രതിനിധിയെ ലോക്സഭയിൽ എത്തിക്കുക അത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് തൊഴിലാളികൾ തിരികെ സ്ഥാനാർത്ഥിക്ക് പൂക്കൾ നൽകിക്കൊണ്ട് പ്രതികരിച്ചു. അവരെ അവിടെ ഹാരാർപ്പണം നടത്തി. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് റാന്നി കോടതിയിൽ ഇന്ന് ജാമ്യമെടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അവരുടെ UDFന്റെ വിവിധ മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം NDA സ്ഥാനാർത്ഥി, ആർക്കും പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന് വിശേഷണത്തിന് അർഹനായി തുടക്കം മുതൽ തന്നെ അർഹനായി തീർന്ന KV സാബു അദ്ദേഹം ഇന്ന് കൊല്ലത്ത് പ്രചരണം ആരംഭിച്ചു. പന്മന ആശ്രമത്തിലും അതുപോലെ അയ്യങ്കാളി പ്രതിമ, അതുപോലെ ശങ്കർ പ്രതിമ, ഈ 3 സ്ഥലത്തും അദ്ദേഹം പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് പുനലൂരിലും ചടയമംഗലത്തും അദ്ദേഹം വോട്ടർമാരെ കാണുകയും ചെയ്തു. അതേസമയം തന്നെ ആർക്കും അറിയില്ല, അങ്ങനെ ഒരു ആരോപണം അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് അദ്ദേഹം മറുപടി നൽകാനും മറന്നില്ല. 3 സ്ഥാനാർത്ഥികളും ഇവിടെ പ്രവർത്തനത്തിൽ സജീവമായതോടെ കൊല്ലത്തിന്റെ ചൂടിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു രാഷ്ട്രീയ ചൂടിനും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരത്തിന് ചൂടേറുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനം തുടരുമ്പോൾ വോട്ടർമാർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് വീണ ജോർജിന് ലഭിക്കുന്നത്. അതേസമയം UDFന്റെ പത്തനംതിട്ടയിൽ നടന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു.
ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത മത്സരം തന്നെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജ് പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. വീണ ജോർജിന്റെ ആദ്യഘട്ട പര്യടനം ആരംഭിച്ചിരിക്കുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കല്ലത്ത് നിന്നാണ് ഇന്ന് പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി അംഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ വൈക്കം വിശ്വനാണ് നിർവഹിച്ചത്. ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും പത്തനംതിട്ടയുടെ ശബ്ദം പാർലമെന്റിൽ ഉയരാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്നാണ് വൈക്കം വിശ്വൻ അഭിപ്രായപ്പെട്ടത്. പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം, അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. രാത്രിയേറെ വൈകി ഈരാറ്റുപേട്ടയിലെ തെക്കേക്കരയിലാണ് വീണ ജോർജിന്റെ പര്യടനം ഇന്ന് അവസാനിക്കുന്നത്. നാളെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ ജോർജിന്റെ പര്യടനം ആരംഭിക്കും. അതേസമയം UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയുടെ പര്യടനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലാണ് ഇത് ആരംഭിക്കുന്നത്. അതേസമയം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ UDFന്റെ കൺവെൻഷൻ ഇന്ന് നടന്നു. ഇതിന്റെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മത്സരിക്കുന്നതോടൊപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടി മത്സരിക്കണം എന്ന ആവശ്യം എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥി ആരെന്ന് ഇതുവരെ വ്യക്തത വന്നിരുന്നില്ല. എപ്പോൾ വ്യക്തമായിരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രൻ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് K. സുരേന്ദ്രൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും പ്രചരണ പരിപാടികൾക്കുമെല്ലാം ചൂടേറുമെന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശേഷമാണ് ആദ്യം. മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി P. രാജീവ് തന്റെ പ്രചരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ച സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. കൊച്ചിയിൽ നിന്നും വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആദ്യ 2 ഘട്ട പര്യടനങ്ങൾക്ക് ശേഷം തുറന്ന വാഹനത്തിലാണ് രാജീവ് തന്റെ 3ാം ഘട്ട പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ച 3ാം ഘട്ട പ്രചരണത്തിലുടനീളം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് രാജീവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെ രാജീവിനെ എതിരേൽക്കാൻ എത്തിയിരുന്നു. ഫലങ്ങളും അതുപോലെ മാലകളും പൂക്കളും നൽകിയാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ആളുകൾ രാജീവിനെ സ്വീകരിച്ചത്. കത്തുന്ന മീനവെയിൽ പോലും വകവെക്കാതെയാണ് പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ രാജീവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. എറണാകുളം പാർലമെന്റ് മണ്ഡലം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും അവയ്ക്കുള്ള സമഗ്രമായ പരിഹാരങ്ങളും രാജീവിന്റെ കയ്യിലുണ്ട്. കിട്ടുന്ന സന്ദർഭങ്ങൾ എങ്ങനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം, മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഇടപെടാൻ കഴിയും. അത്തരം ശ്രമങ്ങളാണ് ഇന്നലകൾ നടത്തിയിട്ടുള്ളത്. ആ ശ്രമമെല്ലാം വിജയിച്ചിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള എന്റെ മികവ് കൊണ്ട് മാത്രമല്ല, അതിനോടൊപ്പം ജനങ്ങൾ നിന്നു, അതിനോടൊപ്പം മുന്നണി നിന്നു, മുന്നണിക്ക് പുറത്തുള്ള ജനങ്ങൾ നിന്നു, ഡോക്ടർമാരും നിന്നു, സമൂഹമാകും നിന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ തന്നെയാണ് കരുത്ത്. ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. ആദ്യ 2 ഘട്ട പര്യടനത്തിലൂടെ തന്നെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെല്ലാം തന്നെ എത്താൻ രാജീവിനെ കൊണ്ട് സാധിച്ചു. ഇപ്പോൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്ന വാഹനത്തിൽ എത്താനാണ് രാജീവ് ശ്രമിക്കുന്നത്. ഈ ആദ്യ ദിവസമായ ഇന്ന് തന്നെ നിരവധി പ്രദേശങ്ങളാണ് രാജീവ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കുൾപ്പെടെ രാജീവിന്റെ സന്ദർശനവും വാക്കുകളും വലിയ പ്രചോദനമായി തീരുകയാണ്. യുവത്വത്തിലാണ് രാജീവ് ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അംഗം പൊടിപാറുമ്പോൾ രാജീവിനാണ് ഒരൽപ്പം മുൻതൂക്കം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾക്ക് മണ്ഡലം കൺവെൻഷനോടെ ഔപചാരിക തുടക്കമായി. ഇതിനിടെ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പ്രചരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. കരുനാഗപ്പള്ളിയിലായിരുന്നു ആദ്യ സ്വീകരണ പരിപാടികൾ. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ആലപ്പുഴയിൽ നടന്ന പ്രധാന പരിപാടികളിലൊന്ന് UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു. ഷാനിമോൾ ഉസ്മാന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു. പ്രധാനമായിട്ടും UDFന്റെ ഈ ഉദ്ഘാടന വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇടതുപക്ഷത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് CPMനെതിരായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു, അല്ലെ ആക്ഷേപങ്ങളായിരുന്നു. എന്നാൽ BJPയെ ഇവർ കാര്യമായിട്ട് വിമർശിക്കുകയോ അല്ലെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടായത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ രമേശ് ചെന്നിത്തല ഇരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ നേതാവ് KC വേണുഗോപാലാണ്
മുൻ സ്ഥാനാർത്ഥി, അതായത് മുൻ എം പി കൂടിയായിട്ടുള്ള സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലാണ് എന്ന് പറയുകയുണ്ടായി. എന്തായാലും ഇത് വളരെയധികം ചർച്ചകൾക്ക് കാര്യമായിട്ടും ഉള്ള ചർച്ചകൾക്ക് ഇട നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വേദിയിലുണ്ടായിരുന്ന പല നേതാക്കൾക്കും ഇത് കാര്യമായിട്ട് രസിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലായി. പലരും ഇത് നമ്മോട് രഹസ്യമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. വേദിയിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയാകട്ടെ ഉടൻ തന്നെ DCC പ്രസിഡന്റിനോടും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളോടും തൻ്റെ നീരസം അറിയിക്കുകയുണ്ടായി. പ്രസംഗത്തിന് ശേഷം ഷാനിമോളോടും ഇക്കാര്യം നേരിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ടാണ് രമേശ് ചെന്നിത്തലയുമായിട്ട് അടുപ്പം പുലർത്തുന്ന നമ്മോട് പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഉദ്ഘാടന വേളയിൽ തന്നെ ഇത്തരത്തിൽ ഒരു കല്ലുകടി ഉണ്ടായ ഒരു സംഭവമാണ് പ്രധാനമായിട്ടും ഇന്ന് UDF കൺവെൻഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി, അതായത് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് തൻ്റെ പര്യടന പരിപാടികൾ, സ്വീകരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. പ്രധാനമായിട്ടും ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് മണ്ഡലത്തിൻ്റെ തെക്കേ അറ്റമായിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. രാവിലെ ധനമന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മണ്ഡലത്തിൽ ഇന്ന് പൂർണ്ണമായിട്ടും സ്വീകരണ പരിപാടിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് പങ്കെടുത്തു. അതിനുശേഷം നാളെയും കായംകുളം കേന്ദ്രീകരിച്ചുള്ള പര്യടന പരിപാടികൾ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ LDFിൻ്റെ മാവേലിക്കര മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറും കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. വളരെയധികം ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് കുട്ടനാട്ടിൽ ചിറ്റയം ഗോപകുമാറിന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വളരെ അധികം ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നമുക്ക് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇന്ന് നടന്ന കൺവെൻഷനിൽ ഇത്തരത്തിലൊരു കല്ലുകടി ഉണ്ടായത് ഭാവിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ, ഗ്രൂപ്പ് നേതാക്കളുടെ ജില്ല കൂടിയായിട്ടുള്ള ആലപ്പുഴയിൽ ഇത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെക്കും. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചരണവും 3ാം ഘട്ടത്തിലേക്ക് കടന്നു. കോട്ടയം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിലായിരുന്നു ഇന്നത്തെ പ്രചരണ പരിപാടികൾ. ഇതിനിടെ UDF സ്ഥാനാർത്ഥി തന്റെ പര്യടനം 1ാം ഘട്ടം പൂർത്തിയാക്കുകയാണ്. വലിയ ആവേശമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെങ്ങും പ്രചരണ പരിപാടികളിൽ ഉള്ളത്. കോട്ടയത്തുനിന്നും TP പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചുള്ള തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ തീർത്തുകൊണ്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. പ്രചരണ രംഗത്ത് എത്രത്തോളം സജീവമാകാൻ സാധിച്ചിട്ടുണ്ട്? പാർലമെന്റ് സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു പ്രാവശ്യം എനിക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രചരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും എന്നതിന് സംശയമൊന്നുമില്ല. എന്തായാലും പ്രധാനമായും LDF അടക്കം ഉയർത്തുന്ന ചില പ്രചരണങ്ങളുണ്ട്. കാരണം ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന MP ഇത് വിട്ട് രാജ്യസഭയിലേക്ക് പോയത് അടക്കമുള്ള ഈ പ്രചരണങ്ങളെല്ലാം നിങ്ങൾ ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടാനൊരുങ്ങുന്നത്? അദ്ദേഹം 8 മാസത്തോളം ബാക്കിയുള്ളപ്പോഴാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള വികസന തടസ്സങ്ങളും ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം 10 വർഷക്കാലം കോട്ടയത്തിൻ്റെ MP ആയിരുന്നപ്പോൾ നടത്തിയ വികസന നേട്ടങ്ങൾ അത് വർണ്ണിക്കാനാവാത്ത വിധം വലിയ നേട്ടങ്ങളാണ്. കോട്ടയത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ. ഇന്ന് കോട്ടയത്തെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേന്ദ്ര സ്ഥാപനങ്ങൾ അത് കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം നടത്തിയ വികസന നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ചില തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് താഴെത്തട്ടിൽ പരിഹരിക്കാൻ സാധിച്ചുവോ? മാത്രമല്ല പിറവത്തടക്കം കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങളെ വലിയ പർവ്വതീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ എന്താണ് പ്രതികരണം? യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥതകളും നിലവിലില്ല. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വോട്ട് തേടി മുന്നോട്ട് പോവുകയാണ് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പൂക്കരയോടൊപ്പം ആർപ്പൂക്കരയിൽ നിന്നും TP പ്രശാന്ത്. ഇതോടെ മധ്യ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പൂർത്തിയാവുകയാണ്. മലബാർ മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം UDF സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ AICCയുടെ അപ്രതീക്ഷിതമായ നീക്കമാണ് ഇതിന് കാരണമായത്. രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അതേസമയം ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയ T സിദ്ദിഖ് താൻ സ്വയം സ്ഥാനാർത്ഥിത്വം ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ റിപ്പോർട്ടർ അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ 7ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിലും വയനാട് ഉൾപ്പെട്ടിരുന്നില്ല. വയനാട് മണ്ഡലം സംബന്ധിച്ച് ഗ്രൂപ്പ് പോലും രൂക്ഷമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. UDF നേതാക്കൾ രാഹുലിനെ കേരളത്തിലേക്ക്
ആവേശത്തോടെ സ്വാഗതം ചെയ്തു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം നാളെയുണ്ടാവും. അഭിമന്യനായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. വാർത്തകൾക്ക് പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെ തന്നെ വയനാട് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയ ടി സിദ്ദിഖ് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മത്സര രംഗത്ത് നിന്നും മാറാനും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായി നേതൃത്വം കൊടുക്കാനും ലഭിക്കുന്ന അവസരം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ഏറെ അഭിമാനകരമാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനുള്ള ആത്മവിശ്വാസക്കുറവാണെന്ന് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ പറഞ്ഞു. ഈ ഒളിച്ചോട്ടത്തിന് പിന്നീട് കോൺഗ്രസ് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് BJPയെ നേരിടാൻ, BJPയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നട്ടെല്ല് നിവർത്തി നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ സ്വാധീന മേഖലകളിൽ ആർജവത്തോടുകൂടി BJPയെ വെല്ലുവിളിക്കാനും BJP ഉയർത്ത വെല്ലുവിളിയെ നേരിടാനും പ്രാപ്തനാണോ രാഹുൽ ഗാന്ധി എന്ന ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം പതറിപ്പോയി, പരാജയപ്പെട്ടുപോയി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സംബന്ധിച്ചു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാട് ലോക്സഭാ മണ്ഡലം മറ്റ് 20 ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറും. വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P ജയരാജൻ ഇന്ന് വാഹന പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വടകരയുടെ ഗ്രാമീണ മേഖലയിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പര്യടനം തുടരുന്നത്. വലിയ ആവേശപൂർവ്വമാണ് ജനങ്ങൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ P ജയരാജനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ P ജയരാജൻ, തെരഞ്ഞെടുപ്പിന്റെ ആവേശം വലിയ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗ്രാമീണ മേഖലയിലുള്ള പര്യടനത്തിന്റെ ഒരു അനുഭവം? ഇന്നാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള പര്യടനങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. അത് പേരാമ്പ്രയിൽ വെച്ചാണ്. മന്ത്രി സഖാവ് TP രാമകൃഷ്ണനാണ് പരിപാടിയുടെ ഉദ്ഘാടനം. എന്നാൽ ആ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം മറ്റൊരു പരിപാടി നടത്തുകയുണ്ടായി. അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ മണ്ഡലത്തിലെ യുവാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം ജനസേവനത്തിൻ്റെ രംഗത്തും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി യൂത്ത് ബ്രിഗേഡ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലുടനീളം രൂപീകരിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകമായിട്ടുള്ള യൂണിഫോം ഇട്ട് ആ യൂത്ത് ബ്രിഗേഡിൻ്റെ രൂപീകരണം, പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സഖാവ് KP മോഹനൻ നിർവഹിക്കുകയുണ്ടായി. അവരുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചത്. അത് അങ്ങേയറ്റം ആവേശകരമായിട്ടൊരു പരിപാടിയാണ്. കാരണം അത്യുഷ്ണകാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. ആ കാലയളവിൽ ജനങ്ങൾക്ക് ഈ ചൂടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും, മറ്റ് കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഈ യൂത്ത് ബ്രിഗേഡ് തീരുമാനിച്ചത്. അപ്പോൾ വോട്ടഭ്യർത്ഥനക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊപ്പം ജനസേവന പ്രവർത്തനവും, അതാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ മുദ്രാവാക്യം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ LDFൻ്റെ വിജയം അത് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും വളരെ വ്യത്യസ്തമായ ജനോപകാരപ്രദമായ പരിപാടികളാണ് P ജയരാജന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാന്ത്വന പരിചരണ രംഗത്തൊക്കെ വളരെ വിപുലമായ സഹായങ്ങൾ, കിടപ്പ് രോഗികൾക്കുൾപ്പെടെ വിപുലമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വണ്ടിയിൽ നിന്നും, പ്രചാരണ വണ്ടിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കാസർഗോഡ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പൊതുപ്രചാരണ സ്വീകരണ പരിപാടിക്ക് ഇന്ന് കല്യാശ്ശേരിയിൽ തുടക്കമായി. അദ്ദേഹം ഇതിനകം തന്നെ 2 തവണ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിക്കഴിഞ്ഞു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടാണ്, സ്ഥാപനങ്ങളിലും കയറിയാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത്. അതേസമയം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിയും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ഇന്ന് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇതിനകം 2 വട്ടം മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇന്നു മുതൽ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് നിശ്ചിതമായ കേന്ദ്രങ്ങളിലെ പൊതു സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്ത് വോട്ടഭ്യർത്ഥിക്കുകയാണ്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പൊതുപ്രചാരണ പരിപാടികൾക്ക് തുടക്കം. രാവിലെ ആലക്കാട് നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി രാത്രി ഏറെ വൈകി അമ്പലപ്പുറത്താണ് സമാപിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി എത്തുന്ന കാഴ്ച കാണാം. പടക്കങ്ങൾ പൊട്ടിച്ചും വാദ്യമേളങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം പങ്കാളിത്തം കാണാനായി വലിയൊരു ആവേശമാണ് KP സതീഷ് ചന്ദ്രനെ സ്വീകരിക്കുവാൻ LDF പ്രവർത്തകരും അനുഭാവികളും കാണിച്ചു വരുന്നത്. നട്ടുച്ച നേരത്തും ചുട്ടുപൊള്ളുന്ന സമയത്ത് പോലും ആളുകളുടെ വലിയ പങ്കാളിത്തവും സാന്നിധ്യവും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും LDF പ്രവർത്തകരെ സംബന്ധിച്ചും വലിയ ആവേശമാണ് നൽകിയത്. വളരെ കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. താൻ ഇടതുപക്ഷ പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജനപ്രതിനിധിയായാലും പാർട്ടി നേതാവായിരിക്കുമ്പോഴും ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമെന്നാണ്. താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഗ്ദാനം ജനങ്ങളോടൊപ്പം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമെന്ന വാഗ്ദാനം അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ നിലയിലുള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണ്. കാസർഗോഡിന്റെ ജനപ്രതിനിധി എന്ന സ്ഥാനം ജനങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാക്കുന്നതിനെ സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് തികഞ്ഞ ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. ചരിത്ര വിജയം തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDFന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന സൂചനയാണ് പൊതുവിൽ ജനങ്ങളുടെ പ്രതികരണത്തിൽ ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താൻ ഇന്ന് തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. ചീമേനിയിൽ നടന്ന തൃക്കരിപ്പൂർ മണ്ഡലം UDF കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചു. അതോടൊപ്പം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രിയും ഇന്ന് പര്യടനം ആരംഭിച്ചു. ഇന്നലെയാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നത്. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുക, അതുപോലെ BJPയുടെ പഴയകാല നേതാക്കളുടെ വസതികൾ സന്ദർശിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇന്ന് രവീശ തന്ത്രി ചെയ്തത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം ഇതേ സമയം. നന്ദി, നമസ്കാരം.